മലയാളി പ്രേക്ഷകരുടെ ഇഷ്ട സീരിയൽ താരമാണ് ഐശ്വര്യ റാംസായി. കല്യാണി എന്ന് പറഞ്ഞാൽ മാത്രമേ ചിലപ്പോൾ ഐശ്വര്യ റാംസായിയെ പ്രേക്ഷകർക്ക് മനസ്സിലാവുകയുള്ളൂ. അത്രമാത്രം ആ കഥാപാത്രം പ്രേക്ഷകർ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു കഴിഞ്ഞു. പ്രേക്ഷകരുടെ മനസ്സിലൊരു സ്ഥാനം നേടിക്കഴിഞ്ഞു. മൗനരാഗം എന്ന ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന പരമ്പരയിലൂടെയാണ് കല്യാണി, അതായത് ഐശ്വര്യ റാംസായി, ഇത്രയധികം ജനശ്രദ്ധ നേടിയെടുത്തത്. നായികയായിട്ടാണ് കല്യാണി ഐശ്വര്യ റാംസായി അതിൽ അഭിനയിക്കുന്നത്. അതുപോലെ തന്നെ കല്യാണിയുടെ പേരായി കിരൺ എന്ന കഥാപാത്രം ചെയ്യുന്നത് നലീഫ് ജിയാണ്. നലീഫ് ജിയും ഐശ്വര്യ റാംസായും രണ്ടുപേരും തമിഴ്നാട് സ്വദേശികൾ തന്നെയാണ്. ഇരുവരുടെയും അഭിനയം കണ്ട് നിങ്ങൾക്ക് ജീവിതത്തിലും ഒരുമിച്ച് ജീവിച്ചൂടെ, നിങ്ങൾ പ്രണയത്തിലാണോ എന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ കേട്ട ഒരു വഴിക്കായി നിൽക്കുകയായിരുന്നു ഇരുവരും. അതിനിടയ്ക്കാണ് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞുകൊണ്ട് കിരണും കല്യാണിയും രംഗത്തെത്തിയത്. തങ്ങൾ തമിഴ്നാട് സ്വദേശികളാണെന്നും ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണെന്നും എന്നും അങ്ങനെ തന്നെ ആയിരിക്കും, ഞങ്ങൾക്കിടയിൽ മറ്റൊരു റിലേഷൻഷിപ്പ് ഇല്ല എന്നും നലീഫ് ജിയ തുറന്നു പറഞ്ഞു. അതുപോലെ ഒരുപാട് നാളുകളായി ഊമ പെൺകുട്ടിയായി അഭിനയിക്കുന്നത് കൊണ്ട് തന്നെ കഥാപാത്രത്തെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഐശ്വര്യ റാംസായി പരമ്പരയിൽ എന്നതുപോലെ പുറത്തും സോഷ്യൽ മീഡിയയിലാവട്ടെ ഒരു പൊതുപരിപാടിയിൽ പോലും തൻ്റെ ശബ്ദം പുറത്തു വിട്ടിരുന്നില്ല, ആരോടും സംസാരിച്ചിരുന്നില്ല. പരമ്പരയ്ക്ക് അതായിരിക്കും നല്ലതെന്ന് തോന്നിയിട്ടാണ് താൻ അങ്ങനെ ചെയ്തതെന്നും ഡയറക്ടറോ മറ്റാരും തന്നോട് അങ്ങനെയൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല, അങ്ങനെ ചെയ്താൽ കൊള്ളാം എന്ന് ഒരു സജഷൻ ഉണ്ടായിരുന്നു, അതുകൊണ്ട് താൻ അത് അങ്ങനെ ചെയ്തു എന്ന് മാത്രമാണ് പറഞ്ഞത്. ഇപ്പോഴിതാ തൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം ഐശ്വര്യ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. തനിക്ക് വീണ്ടും ഒരു പരമ്പരയിൽ നായികയാകാനുള്ള അവസരം ലഭിച്ചിരിക്കുന്നു. തമിഴ് പരമ്പരയിലാണ് അവസരം ലഭിച്ചിരിക്കുന്നത്. മറ്റു കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ഐശ്വര്യ പുറത്തുവിട്ടിട്ടില്ല. ഇതറിഞ്ഞ പ്രേക്ഷകർക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഈ ഒരു സന്തോഷ വാർത്ത കേട്ട ആരാധകർക്ക് എല്ലാവർക്കും സന്തോഷമായെങ്കിലും അയ്യോ, ഐശ്വര്യ നമ്മുടെ മൗനരാഗം പരമ്പരയിൽ നിന്ന് പോവരുതേ, ഐശ്വര്യ ഇല്ലെങ്കിൽ ആ ഒരു സ്ഥാനത്ത് മറ്റൊരാളെ ചിന്തിക്കാൻ കൂടി വയ്യ എന്നൊരു അവസ്ഥയിലാണ് പ്രേക്ഷകർ. എന്തായാലും തമിഴ് പരമ്പരയുടെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ഐശ്വര്യ പുറത്തുവിട്ടിട്ടില്ല.